ശബരിമലയിലെ അഗ്നിബാധ അദ്ദേഹത്തിൻ്റെ ഉള്ളിലാണ് കത്തിയത്. ആ അഗ്നിയാണ് അദ്ദേഹം അയ്യപ്പൻ്റെ സന്ദേശമായിട്ട് ഈ ലോകം മുഴുവൻ എത്തിക്കാനായിട്ട് ആരംഭിക്കുന്നത്. അങ്ങനെയാണ്. സ്വാമി ശരണം. വിക്കി ധർമ്മയുടെ അടുത്ത പ്രകരണം. സ്വാമി ശരണം. സ്വാമി ശരണം. ഈ അയ്യപ്പ സങ്കല്പത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അതാണ് ഈ വിമോചനാനന്ദ സ്വാമികൾ പ്രചരിപ്പിച്ചത്. ഈ ക്ഷേത്രങ്ങളിലൂടെ ഈ അയ്യപ്പധർമ്മം അല്ലെങ്കിൽ അയ്യപ്പധർമ്മം എന്ന് തന്നെ പറയാം, അതിൻ്റെ ഒരു സാധ്യത ചെറുതൊന്നുമല്ല. കാരണം മറ്റേത് ഈ ചിന്താപദ്ധതികളിലോ ഒന്നും വ്യത്യാസമായിട്ട് ഇതിൽ പണ്ഡിതനില്ല, പാമരനില്ല, അവർണനില്ല, സവർണനില്ല, ഒരു ജാതി മതങ്ങളിലൊക്കെ ഒന്നും അതിൽ സ്ഥാനമില്ല. അങ്ങനെ ഒരു സങ്കല്പമാണ് അയ്യപ്പ സങ്കല്പം. അയ്യപ്പനും ഈ സ്വാമി സങ്കല്പത്തിൻ്റെ ആ ഒരു പ്രത്യേകത ആണ് ഭാരതം മുഴുവൻ കൊണ്ടുവരികയാണ് സ്വാമി ചെയ്തത്. സ്വാമിക്ക് അതൊരു ഉൾവെളിച്ചം പോലെ തോന്നിയതാവണം. കാരണം ശബരിമല അമ്പലം കത്തി നശിച്ചു 1950. 1903 കത്തി നശിച്ചിട്ടുണ്ട്. അന്ന് കർപ്പൂരത്തിൽ നിന്ന് തീ പിടിച്ചിട്ടാണെന്നാണ് പറയണത്. ഇത് ബോധപൂർവം തകർക്കപ്പെട്ടതാണ്. വിഗ്രഹം തകർത്തു, ശ്രീകോവിലിന് തീയിട്ടു. ഈ നാശത്തിന് ശേഷം ഒരു പുനഃപ്രതിഷ്ഠയ്ക്ക് എങ്ങനെയാണ് ഒരു മോൾഡ് കിട്ടുക എന്നുള്ളതിൽ, അപ്പോൾ ഈ അവിടുത്തെ വിഗ്രഹത്തിൻ്റെ ഈ രാജകുടുംബത്തിൽ വെച്ച് ആരാധിച്ചിരുന്ന വെള്ളി വിഗ്രഹത്തിൻ്റെ മോൾഡ് കാണിച്ച് അതനുസരിച്ചാണ് പുതിയ വിഗ്രഹം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് കാണുന്ന വിഗ്രഹം അത് പക്ഷെ ഒരു വിഗ്രഹം തകർക്കാൻ കരിങ്കല്ലാണ്, തച്ച് തകർക്കുക തന്നെയാണ് ഉണ്ടായിട്ടുണ്ടാവുക. കാരണം അത് കൂട്ടി യോജിപ്പിക്കാൻ ഒരു തരത്തിലും പറ്റാത്ത രീതിയിൽ അവർ നശിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. അയ്യപ്പ വിശ്വാസത്തെ തന്നെ തകർപ്പിക്കുക. അതെ, അതായിരിക്കണം. എല്ലാ കാലത്തും എന്തായാലും അതൊരു ഈ ശബരിമല കാര്യം അത് പിന്നെ പറയാൻ കാര്യം, അതൊരു പുണ്യഭൂമിയാണ്. പക്ഷെ എന്നാലും അവിടെ ഒരുപാട് ഇതുപോലെയുള്ള സാഹസ പ്രവർത്തികൾ പലതും നടന്നിട്ടുണ്ട്. അത് പിന്നെ നമുക്ക് പിന്നെ ഒരിക്കൽ പറയാം. തകർക്കപ്പെട്ട വിഗ്രഹമാണ് ആയിരക്കണക്കിന് വിഗ്രഹങ്ങളായിട്ട് മാറിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 100 കണക്കിന് അമ്പലങ്ങളായി. അതിനു മുമ്പ് ഒരേ അമ്പലം ശബരിമല മാത്രമേ ഉള്ളൂ. പിന്നെ ഗ്രാമങ്ങളിലെ ശാസ്താക്ഷേത്രങ്ങളൊക്കെ ശാസ്താവായിട്ട് മാത്രം ആരാധിച്ചിരുന്നത്. അതും തമാശയാണ്. ഗ്രാമങ്ങളിലെ പഴയ ശാസ്താക്ഷേത്രങ്ങളൊക്കെ ഇപ്പോൾ അയ്യപ്പ ക്ഷേത്രം എന്നാണ് പറയുക. അതെ. അപ്പോൾ ശാസ്താവും അയ്യപ്പനും അവിടെ ഒന്നായി കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ ഒരു പ്രോസസ്സിലൂടെ നടന്നിട്ടുള്ളതാണ്. പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട്, ശാസ്താവിനെ ആയിട്ടാണ് ഇരിക്കുന്നത്. പറയുമ്പോൾ പ്രഭാ സത്യസമേതനായിട്ടാണ്. പ്രഭ എന്നുള്ള ഭാര്യയും സത്യം എന്നുള്ള മകനുമായിട്ടാണ്. പക്ഷേ ഇപ്പം അത് അയ്യപ്പൻ്റെ അവിടെ വിളക്ക് വെച്ചോ എന്ന് ചോദിക്കുള്ളൂ. അത് അയ്യപ്പനായി കഴിഞ്ഞു, ഒന്നായി കഴിഞ്ഞു. അത് അങ്ങനെയാണ് ഈ അയ്യപ്പ സങ്കല്പം തന്നെ ഇങ്ങനെ ഇത്ര സ്പ്രെഡാവാൻ തന്നെ കാരണം. ഒരു കണക്കിന് ചിലപ്പോൾ ഈ അമ്പലം നശിച്ചായിരിക്കാം, അതൊരു നിമിത്തമാകാം. ആർക്കറിയില്ല, നമുക്കറിയില്ല. നമ്മളെ ലോജിക്ക് വെച്ചാണല്ലോ ഓരോന്ന് അളക്കണത്. ശബരിമലയ്ക്ക് പോകുന്ന ഓരോരുത്തരും തിരിച്ചിറങ്ങുമ്പോൾ അവിടുന്ന് ഒരു അഗ്നി ഉള്ളിൽ കയറുന്നുണ്ട്. അയ്യപ്പൻ്റെ ആ ഒരു ചൈതന്യം അവൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട്. കാരണം ഇത്രയും ദിവസം മാലയിട്ട് വ്രതം ആചരിച്ച് ആണ് അവിടെ പോണത്. അവിടെ ചെല്ലുമ്പോൾ ഈ 18 പടി അവിടെ കയറി ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്നത് താൻ തന്നെയാണെന്നറിയുന്ന, അതാണ് അയ്യപ്പനും ഭക്തനും ഒന്നാകുക അവിടെ. അപ്പോൾ അവരിലൊക്കെ ഈ ഒരു അഗ്നിയുടെ അംശം അവിടെ ഈ ആഴി ഉണ്ടല്ലോ, ഒരു കണക്കിന് ഈ ആഴി, കാരണം ഇവരൊക്കെ കൊണ്ടുപോകുന്ന ഈ നാളികേര മുറിക്ക് ഇട്ടാണ് അത് കത്തുക. അപ്പോൾ ഈ ആഴി തന്നെയാണ് ഇവർ ഉള്ളിൽ കയറ്റി കൊണ്ടുവരേണ്ടത്. ആ ആഴി അയ്യപ്പ സങ്കല്പമായിട്ട് താഴേക്ക് വന്നിട്ട് പിന്നെ അവർ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ ഒരമ്പലം ഉണ്ടാക്കുന്ന ഒരു താല്പര്യം അവർ പോലും അറിയാണ്ട് ഉദിച്ചു വരികയാണ്. അത് ഒരു സ്വാഭാവിക പരിണാമം പോലെ ഒരു 10-15 കൊല്ലം കഴിയും. 18 കൊല്ലമൊക്കെ ആണ് ഏകദേശം കണക്ക് പറയുക. അങ്ങനെയാണ് നമ്മുടെ ഒരു വഴികാട്ടി ഒരു സുഹൃത്ത് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ് ഏത് മോളിൽ നിന്ന്
ഇറങ്ങിപ്പോരുന്നവർക്ക് ഈ അയ്യപ്പ സങ്കല്പം അവർ കൂടെ കൊണ്ടുവരികയും അവരുടെ ഗ്രാമത്തിലൊക്കെ അയ്യപ്പ ക്ഷേത്രം വേണമെന്നുള്ള തോന്നൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു അത് ഈ ശാസ്താവ് അയ്യപ്പനായി മാറുന്നതൊക്കെ അവിടെ വെച്ചാകും. സ്വാമി ശരണം. കലിയുഗവരധനായ ശ്രീ ധർമ്മശാസ്താവിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചും വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ചും വിക്കി ധർമ്മയുടെ അടുത്ത പ്രകരണത്തിൽ. അദ്ദേഹമാണ് പല അമ്പലങ്ങളിലേക്കും വേണ്ടിയിട്ട് വിഗ്രഹം ചെയ്യിച്ചു കൊടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഇവിടുത്തെ സിസ്റ്റത്തിൽ അത് സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നും. അങ്ങനെ ഒരാളുണ്ടായിട്ട് ഇതിപ്പോൾ ഒരു നിയോഗം പോലെയാണ് എനിക്ക് കിട്ടിയ ഈ അറിവ്.